ഇന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാത്ത വ്യക്തികൾ ഇല്ലാത്ത കുടുംബങ്ങൾ വളരെ വിരളമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കറിയാവുന്ന പല വീടുകളിൽ ഒരാൾക്കെങ്കിലും ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ടാകും. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ഒരുപക്ഷെ വലിയൊരു റിസ്ക് ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നൊരു ഘടകമാണ്. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ കോസ്റ്റ് നമുക്ക് ഉള്ള മെഡിക്കൽ ഇൻഷുറൻസിൽ നിന്നാണ് പലപ്പോഴും കൊടുത്തു പോകുന്നത്. അത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കോർപ്പറേറ്റ് ഇൻഷുറൻസോ അല്ലെങ്കിൽ നിങ്ങളെടുത്തിരിക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസോ ആയിരിക്കും നിങ്ങളുടെ ആൻജിയോപ്ലാസ്റ്റിയുടെ കോസ്റ്റ് കൊടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളൊരു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സുഹൃത്തോ ഒരു ബന്ധുവോ വന്നിട്ട് നമ്മൾക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണല്ലോ എന്നുള്ള കാരണം കൊണ്ടിട്ട് ഒരു 25 ലക്ഷം രൂപ നമ്മളുടെ കയ്യിലേക്ക് വെച്ച് തന്നാൽ അങ്ങനെ ഇരിക്കും. തീർച്ചയായിട്ടും വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒന്നാമത് ഇത്തരത്തിലുള്ള അസുഖം വന്നു എന്നുള്ളൊരു മാനസിക ഒരു വിഷമത്തിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മളുടെ അടുത്ത് ഈ പണവുമായിട്ട് ഒരാൾ വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള പോളിസികൾ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാണ്. പലപ്പോഴും മലയാളികളിൽ 95% മലയാളികൾക്കും ഇങ്ങനെയൊരു പോളിസി ഉള്ളതായിട്ട് പോലും അറിയില്ല. ആൻജിയോപ്ലാസ്റ്റി മാത്രമല്ല, ഹാർട്ട് വാൽവ് ഓപ്പറേഷൻ ചെയ്താലും, ഒരു കിഡ്നി ഓപ്പറേഷൻ ചെയ്താലും, ക്യാൻസർ ഡിസീസ് വന്നാലും, ഒരു മേജറായിട്ടുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ വന്നു, ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന പോളിസി എത്രയാണ്, ആ പോളിസിയുടെ തുക നമ്മളുടെ ബാങ്കിലേക്ക് ക്യാഷായിട്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്ന ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസികൾ ഇന്ന് ലഭ്യമാണ്. ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. കാരണം മലയാളികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു പോയിൻ്റ് ആയതുകൊണ്ടാണ്, പല ആൾക്കാരും പറഞ്ഞതുകൊണ്ടുമാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എന്താണ്, അതിൻ്റെ കോസ്റ്റ് എന്താണ്, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ആലപ്പുഴ കോളേജിലുള്ള ഒരു പ്രൊഫസർ, അദ്ദേഹം ടാക്സ് സേവിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഒരു പോളിസി എടുക്കുകയാണ്. ഈ പോളിസി എടുത്ത് അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഷട്ടിൽ കളിക്കുമ്പോൾ കുഴഞ്ഞു വീണു. അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള പോളിസി എടുത്ത കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓർക്കും. ക്ലെയിം സബ്മിറ്റ് ചെയ്തു 35 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അന്ന് എടുത്തത് 10 ലക്ഷം രൂപയായിരുന്നു. ഈ 10 ലക്ഷം രൂപ ആലപ്പുഴയിൽ ICICI ബാങ്കിൽ, മാർക്കറ്റ് റോഡിലുള്ള ICICI ബാങ്കിലേക്ക് ഈ കമ്പനി ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള പോളിസികൾ അവൈലബിളാണ്. നമ്മൾ ക്രിട്ടിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള പോളിസിയാണ്. പക്ഷേ ആൾക്കാരുടെ അജ്ഞത കൊണ്ടിട്ടായിരിക്കാം പലപ്പോഴും അതെടുക്കാത്തത്. ഇനി എന്തെല്ലാമാണ് ഈ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി കവർ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളെടുത്ത് മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്ന് പറയുന്നത്. പക്ഷേ പല മലയാളികൾക്കും അറിയില്ലാത്തൊരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, ക്രിട്ടിക്കൽ ഇൻഷുറൻസ് എന്താണ്. ഇത് രണ്ട് ടൈപ്പ് പോളിസികളാണ്. ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മൾ പേ ദ ബിൽ ഓഫ് യുവർ മെഡിക്കൽ കോസ്റ്റ് ടു ദ ഹോസ്പിറ്റൽ. മറ്റേ ക്രിട്ടിക്കൽ ഇൽനെസ്സിൽ പേ യു ഇൻ ക്യാഷ്. അവർ നല്ലൊരു തുക, നിങ്ങൾ എടുത്തിരിക്കുന്ന പോളിസി ഇപ്പോൾ 5 ലക്ഷമാണ്, അല്ലെങ്കിൽ 10 ലക്ഷമാണ്, 15 ലക്ഷമാണ്, 20 ലക്ഷമാണ്. അപ്പോൾ ഒരു 50 ലക്ഷം രൂപയുടെ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വന്നു, അല്ലെങ്കിൽ കോവിഡ് വന്നു, അല്ലെങ്കിൽ അതേപോലെ മേജർ ഡിസീസ് വന്നാൽ ക്യാഷായിട്ട് തരുന്ന ഇതുണ്ട്. ഇതിന് വേറൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മൈൽഡ് അറ്റാക്കാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് 25%, ഒരു മോഡറേറ്റ് അറ്റാക്കിലാണെങ്കിൽ നമ്മൾക്ക് എടുത്തിരിക്കുന്ന ഒരു 20 ലക്ഷം രൂപയുടെ ആണെങ്കിൽ അതിൻ്റെ 50%, അതായത് 10 ലക്ഷം രൂപ. ഇനി അതല്ല, ഒരു മേജർ അറ്റാക്കാണ് വരുന്നതെങ്കിൽ അതിന് 100% നമ്മളുടെ പോളിസി എമൗണ്ട് നമുക്ക് തരുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ചില കമ്പനികളുടെ പോളിസികൾ 17 ഡിസീസ് കവർ ചെയ്യും. മണിപ്പാൽ സിഗ്നയുടെ പോളിസിയുണ്ട്, ICICIയുടെ ഉണ്ട്, എർഗോൻ്റെ ഉണ്ട്. ചില കമ്പനികളുടെ പോളിസികൾ കവർ ചെയ്യുന്നത് 31 ഡിസീസുകളാണ്. ഈ ക്രിട്ടിക്കൽ ഡിസീസുകളിൽ കിഡ്നി ഡിസീസ് വരുന്നുണ്ട്, ന്യൂറോൻ്റെ കേസുകൾ വരുന്നുണ്ട്, ഹാർട്ട് സർജറി വരുന്നുണ്ട്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് വരുന്നുണ്ട്, ലിവർ ട്രാൻസ്പ്ലാന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലിവർ ട്രാൻസ്പ്ലാന്റും കിഡ്നി ട്രാൻസ്പ്ലാന്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ബില്ല് അവർ കൊടുക്കും. ചിലപ്പോൾ ഒരു പക്ഷേ അതിന് ശേഷം നമ്മളെ ജോലി പോവാം. ചിലപ്പോൾ നമുക്ക് ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ മുടിയൊക്കെ കീമോതെറാപ്പിയിൽ മുടിയൊക്കെ പോയിട്ട് നമ്മൾ വീട്ടിൽ ജോലിയും കളഞ്ഞിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരാം. അവിടെയാണ് ഒരു സാമ്പത്തിക പ്ലാനിങ്, ഫിനാൻഷ്യൽ പ്ലാനിങ്
ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നത്. നേരത്തെ ഇതിൽ നമ്മൾ പറഞ്ഞു, ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസികൾ നമ്മളെ റിച്ചാക്കാൻ വേണ്ടിയിട്ടുള്ള പോളിസിയല്ല, നമ്മളെ ദരിദ്രനാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പോളിസികളാണ്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പോളിസികൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. ഒരു കുടുംബത്തിൻ്റെ നാഥനായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ ഓഫ് എ ഹൗസ് വൈഫിനാവാം. ഇതിനകത്ത് പ്രീമിയം വൈസ് ഏജ് കൂടുന്തോറും അതിനകത്ത് കുറച്ച് പ്രീമിയം കൂടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു 40 വയസ്സ് 50 വയസ്സിലുള്ള ആൾക്കാർക്കൊക്കെ ഈ പോളിസി എടുക്കാനായിട്ട് പോസിബിളായിട്ടുള്ള ഇത് തന്നെയാണ്. അപ്പോൾ മെയിൻ ഡിഫറൻസ് ഇതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഗീവ്സ് മണി ടു യുവർ ഹോസ്പിറ്റൽ. ക്രിട്ടിക്കൽ ഇൻഷുറൻസ് പോളിസി ഗീവ്സ് യു മണി. ദേ ഡോണ്ട് ഗീവ് മണി ടു ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവും. മാത്രമല്ല, ഇതിനകത്ത് നമുക്ക് ടാക്സ് സേവിങ്സിനും ഇത് ഉപകാരപ്രദമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു 17 ഡിസീസ് കവർ ചെയ്യുന്ന പോളിസികളുണ്ട്, പ്രീമിയം കുറവാണ്. 31 ഡിസീസ് കവർ ചെയ്യുന്ന പോളിസിയുണ്ട്, അതിന് കുറച്ചും കൂടി പ്രീമിയം കൂടുതലാണ്. അത് 47 ആവുന്ന പിന്നെ കുറച്ചും കൂടി പ്രീമിയം കൂടും. 59 ഡിസീസ് കവർ ചെയ്യുന്ന പോളിസികളുണ്ട്. അതായത് അപ്രോക്സിമേറ്റ്ലി 60 ക്രിട്ടിക്കൽ ഡിസീസസ് കവേർഡ് അണ്ടർ വൺ പോളിസി. ഈ പോളിസി എടുക്കുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മേജറായിട്ടുള്ള ഡിസീസുകൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാം. പക്ഷേ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. നമുക്കൊരു 20, 25, 30 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തു വെച്ചാൽ അത്തരം കാശ് നമ്മൾക്ക് മാനസികമായിട്ട് രോഗം വന്ന് നമ്മൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയത്ത്, ചിലപ്പോൾ ഒരുപക്ഷേ ഒരു റിവൈവൽ വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ദൈവം കൊണ്ടുവന്ന് നമ്മളുടെ കയ്യിലേക്ക് ഒരു പണം വെച്ച് തരുന്നത് പോലെയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസികൾ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ തന്നെ മലയാള മനോരമയിൽ എഴുതിയിരിക്കുന്ന ഒരു ലേഖനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് വി ആർ ഷോയിങ് ഹിയർ. ഇത്തരത്തിലുള്ള പോളിസികൾ മനസ്സിലാക്കുക. ഒരു ചേഞ്ചും കൂടിയുണ്ട്. ഈ പോളിസി ആദ്യകാലങ്ങളിൽ ചില കമ്പനികൾ കൊടുത്തിരുന്നത് രോഗം വന്നില്ലെങ്കിൽ കാശ് പ്രീമിയം തിരിച്ചു തരുന്നൊരു പോളിസി ഉണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വളരെ അട്രാക്ഷൻ ആയിട്ടുള്ള. ഇപ്പോൾ അത് നിർത്തി. നിങ്ങൾ അടച്ച കാശ് രോഗം വന്നാൽ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ കാറിൻ്റെ പ്രീമിയം അടക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ കാശ് അടക്കുന്ന കാലത്തോളം നമ്മൾ കവേർഡാണ്. കാശ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പോളിസി അവിടെ കട്ടായി പോകുന്നൊരു അവസ്ഥയും കൂടിയുണ്ട്. അപ്പോൾ മണി മാനേജ്മെൻറ്റിൽ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് NRIs ഇതിൽ വളരെ ശ്രദ്ധിക്കണം. നേരത്തെ NRIസിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നും കൂടി പറയാം. NRIസിന് ഈ പോളിസി ഫണ്ട് കൊടുത്തിരുന്നില്ല. ദിസ് പോളിസി ഈസ് ഓപ്പൺ ടു NRIs. അപ്പോൾ ടേം പോളിസി എടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പോളിസിയാണത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അറിഞ്ഞിരിക്കേണ്ട പോളിസിയാണ്, ഒപ്പം തന്നെ എടുത്തിരിക്കേണ്ട പോളിസിയുമാണ്. Hope you will understand and study about this and take a concrete, better decision for your life. Thank you.